இமயங்கெங்கும் இன்பம் எங்குதமில்லை ஐயோ இதரங்கெங்கும் உன் இன்பம் வாய் பேசவில்லை ஐயோ ഇച്ചായ എണീറ്റേ. ഇച്ചായ എന്തടി? നിങ്ങൾ എണീക്കുന്നുണ്ട് ചായ? എന്തുവാന്നേ, ഇന്ന് പോണോ? പോകാതെ പിന്നെ? ഐഷു എന്തുവാ? കിടന്ന് ചിണങ്ങാൻ എണീക്ക് മനുഷ്യ. ഞാൻ ഇന്ന് പോണില്ല, നീങ്ങ വന്നേ, നമുക്ക് കുറച്ചു നേരം കിടക്കാം. ഇച്ചായ കിടക്കടി അവിടെ. ഐഷു ഇച്ചായ നിങ്ങൾ എന്തുവാ കാണിക്കുന്നേ? ഇത് കിച്ചണാ, നിങ്ങളങ്ങ് പോയി, ഞാൻ ഫുഡ് ഉണ്ടാക്കട്ടെ. പറ്റൂല, കിസ് അത് കിട്ടണ ഞാൻ പോവില്ല. അതൊന്നും പറ്റൂല, പോയേ. നീ തരണ്ട, ഞാൻ എടുത്തോളാം. എടുത്തില്ലേ, ഇനി പോയേ. പോണോ? ഞാൻ നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നോളാം. അത് വേണ്ട, ഞാൻ വരാം. ഇപ്പൊ പോയേ. പോ. ഓ ശരി, നിന്നെ ഞാൻ നൈറ്റ് എടുത്തോളാം. നീ റൂമിട്ടില്ലേ വന്നേ? ആയിക്കോട്ടെ, ഇപ്പൊ പോവാൻ നോക്ക്. ഇച്ചായൻ ഉറങ്ങിയില്ലായിരുന്നോ? അതെങ്ങനെ ഞാൻ ഉറങ്ങും? ഞാൻ നിന്നെ നോക്കിയിരിക്കുവായിരുന്നു. എന്തിനാന്നോ? ആ ഇച്ചായൻ എന്തിനാണ് നോക്കിയിരിക്കണേ? ഇനി വാ, പറഞ്ഞുതരാം. വേണമെന്നില്ല, അവിടെ നിന്ന് പറഞ്ഞു തന്നാ മതി. ഏയ്, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പറയും. ഇങ്ങ് വാടി ഇവിടെ. എന്താ ചെയ്യാ? I need to know ഡി. வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா முன் ஜென்மங்களின் ஏக்கங்கள் தீரும். വസീകരാ എൻ നെഞ്ചിനിക്ക. അങ്ങനെ അവർ കുഞ്ഞു കുഞ്ഞാടിയും വഴക്കുമായി സ്നേഹിച്ചും ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കണം ഒരു ദിവസം വിയാണി കോൾ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ദേഷ്യത്തിലാണ്. അപ്പോഴാണ് ഐഷ വിളിക്കുന്നത്. ഐഷ, നീ എന്തിനാ ഇങ്ങനെ ഒന്ന് ശല്യം ചെയ്യുന്നേ? ഞാൻ കോൾ ചെയ്യുന്നത് കാണാൻ പാടില്ലേ? എന്നെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാണ്ട് പോയി തരൂ. ശരി ചായ കോൾ ചെയ്തോ, ഞാൻ പോയി തരാം. സോറി ചായ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആ ഇൻസിഡന്റിന് ശേഷം ഐഷ അങ്ങനെ ഡാനിയിലും മിണ്ടാറില്ല. അവനെ കാണുമ്പോൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നടക്കും. ഡാനിയിലും എന്തൊക്കെയോ കാരണം മൂലം അവളോട് അങ്ങനെ സംസാരിക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കെ ഐഷ. എന്താ ചായ? എന്താ വിളിച്ചേ? ഇതാരാ ചായ? ഇതാ നന്യ. ഓ ഹായ് നന്യ, അകത്തേക്കോ. ഹായ് ഐഷ. ഐഷ. എന്താ ചായ? ഐഷ, നന്യ, ഷീസ് മൈ വൈഫ്. ഓ ഒന്ന് പോയി ചായ, തമാശ പറയാതെ. ഇപ്പോഴാണോ തമാശ പറയുന്നത്? ഐ എം നോട്ട് ജോക്കിംഗ് ഐഷ, ഐ എം സീരിയസ്. ഷീസ് മൈ വൈഫ്. അവൾ ഒന്നും മിണ്ടാത്ത റൂമിലേക്ക് പോകുന്നു. അടുത്ത് അതാണോ വേറെ കല്യാണം കഴിച്ചത്? ഞാനിതുവരെ അമ്മയായിട്ടും കൂടി കൊണ്ടാണോ അച്ഛൻ വേറെ കല്യാണം കഴിച്ചത്? സാരില്ല, ഇച്ചേൻ്റെ സന്തോഷമാണെങ്കിൽ എനിക്ക് തന്നെ സന്തോഷം. ഇച്ചേൻ്റെ പുതിയ വൈഫിൻ്റെയോ കുഞ്ഞിൻ്റെയോ അടുത്തേക്ക് ശല്യമായി ഞാൻ ഇനി വരില്ല ചായ. ഞാൻ പോയി ചായ. ഞാൻ ഒരിക്കലും അച്ഛനെ ശല്യമാണെന്ന് ആഗ്രഹിക്കുന്നില്ല ചായ. സോറി ചായ. അവൾ പോകുന്നതോടൊപ്പം ഡിവോഴ്സ് നോട്ടീസും സൈൻ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. അവൻ അവളെ ആ റൂം മൊത്തം തപ്പി, പക്ഷെ അവളെ അവിടെ കണ്ടില്ല. അപ്പോഴാണ് അവൻ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന പേപ്പർ ശ്രദ്ധിക്കുന്നത്. ഐഷ, ഇവളെവിടെ പോയി? ഇതെന്താ, ഡിവോഴ്സ് നോട്ടീസോ? എൻ്റെ ദൈവമേ, ഇവൾ എന്തൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടാണോ ഇത് ചെയ്തു വെച്ചത്? നീ ഇത് വിശ്വസിച്ച കുഞ്ഞ? ഞാൻ നിന്നെ അല്ലാണ്ട് വേറെ ആളെ സ്നേഹിച്ചു?
പാവം എൻ്റെ കൊച്ച്, മനസ്സെത്ര വേദനിച്ചിട്ടായിരിക്കും അവൾ പോയത്. സോറിടാ, എന്നെ വേദനിക്കുന്നെന്ന് വിചാരിച്ചിട്ട് ചെയ്തല്ലാടി. ഞാൻ ചുമ്മാ അത് പറഞ്ഞത്, നീ ഇത് വിശ്വസിക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഞാനത് പറയുമ്പോൾ നീ എൻ്റെ അടുത്ത് അടിയുണ്ടാക്കുന്നു. പക്ഷെ നീ ഇങ്ങനെ ചെയ്യാൻ ഇറങ്ങി പോകുന്ന എനിക്കറിയില്ലായിരുന്നടി. ഐ എം സോറി യേശു, റിയലി സോറി. ഞാൻ നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല യേശു. പ്ലീസ് തിരിച്ചു വാ. ഇത് നേരത്താണ് എനിക്കൊന്ന് ചെയ്യാൻ തോന്നി. അളിയ, നീ ഒന്നുകൂടെ നിന്റെ വീട്ടിൽ നിർത്താൻ കുറച്ച് സീനുണ്ട്. നാളത്തേക്ക്. ശരിടാ. താങ്ക്സ് ഡാ. അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. നീ വേറെ ആരുടെങ്കിലും പറഞ്ഞു വെച്ചാൽ മതി. ഓ ആയിക്കോട്ടെ, എന്നാ ശരിടാ. ആടാ ശരി. അനു, ടേക്ക് കെയർ ഡി. ശരി ചേ. ഒന്ന് നോക്കിയേക്കണേടാ, അവളിപ്പോൾ 6 to 7 മന്തായി, അതാണ്. ഓ ഞാൻ നോക്കിക്കോളാം. ഓ യേശു, നീ എവിടെയാ? പിക്കപ്പ് ദ കോൾ പ്ലീസ്. ഡീപ് കോൾ എടുക്ക്. ഐഷ, നീ എന്താടി ഒരു മുന്നറിയിപ്പില്ലാണ്ട് ഇങ്ങോട്ട്? എന്താടി നിന്റെ മോൻ വല്ലാണ്ടിരിക്കുന്നത്? എന്താടി കാര്യം വരാ നീ കിടന്ന് കരയാണ്ട്? നീ അത് വീട് പോട്ടെ, നിന്നെ വേണമെങ്കിൽ നിനക്കും വേണ്ട. എന്താ പറ്റിയേ? വാ ഹോസ്പിറ്റലിൽ പോവാം. ഏയ് വേണ്ടടി, അങ്ങനെ പറഞ്ഞതല്ല ശരിയാവാ. എന്നാൽ നീ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു, എനിക്ക് നല്ലോണ്ട് ക്ഷീണം ഇതൊക്കെയുണ്ട്. എൻ്റെ ഡൗട്ടാണ്, ഞാൻ ചെക്ക് ചെയ്ത് നോക്ക്. ശരിടി. എന്തായി? ഞാൻ വിചാരിച്ചു ശരിയായിരുന്നു. ഇനി നീ എന്ത് ചെയ്യാനാ പ്ലാൻ? എനിക്ക് വേണം ഈ കുഞ്ഞിനെ, ഞാൻ വളർത്തുന്ന കുഞ്ഞിനെ. ഡി, എനിക്ക് എന്തെങ്കിലും ജോബ് സെറ്റ് എടുക്കണ്ട പ്ലീസ്. പറ്റില്ലെന്ന് മാത്രം പറയരുത്. എടി നീ എങ്ങനെ ഇപ്പോ? അതൊന്നും കുഴപ്പമില്ല ഡി, നീ എനിക്കൊന്ന് സെറ്റാക്കി താ പ്ലീസ് ഡി. ശരി, ഇനിയിപ്പോൾ നിന്നോട് പറഞ്ഞിട്ട് വല്ല പ്രയോജനമൊന്നുമില്ല. നീ തീരുമാനിച്ചതല്ലേ, ഞാൻ നോക്കട്ടെ. താങ്ക്സ് ഡി, എൻ്റെ കൂടെ നിന്നോനി. ഞാൻ നിൻ്റെ കൂടെ നിൽക്കാണ്ട് പിന്നെ വേറെ ആരുടെ കൂടെ നിൽക്കാനാടി? നീ അല്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഐഷ, എന്നിറങ്ങിയാലോടി? ആടി ഇറങ്ങ. ഫയലൊന്നും എടുക്കട്ടെ. നീ പെട്ടെന്ന് എടുത്തിട്ട് അപ്പോയിൻമെൻറ്റ് ടൈം 12 മണിക്ക്, അതിന് മുമ്പ് നമുക്ക് ഇവിടെ ചെല്ലണം. ആടി എടുത്തു വാ പോവാം. എല്ലാം എടുത്തല്ലോ, ഒന്നും മറന്നിട്ടില്ലല്ലോ? ഹോസ്പിറ്റലിൽ കളിക്കാനുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടില്ലേ? എല്ലാം എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അത് മറന്നു പറഞ്ഞേക്കത്. ഇല്ലടി, ഞാൻ എൻ്റെ ഫയലിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാ വാ. ഐഷ, തേടി ഐഷ നിന്നെ വിളിക്കുന്നത്. ചെല്ലി ഐഷ, നമുക്ക് ആദ്യം ഒരു സ്കാൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ ഡോക്ടർ. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഡോക്ടർ, ഫ്രണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ അയാളോടും കൂടി വരാൻ പറയൂ. ശരി ഡോക്ടർ. ഡോക്ടർ, ഐഷയുടെ ഫ്രണ്ടാണല്ലേ, ഇരിക്കൂ. താങ്ക്സ് ഡോക്ടർ. യുവർ നെയിം? മീര. ഓക്കെ. ബേബി ഓക്കെ അല്ലേ ഡോക്ടർ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പോൾ ബേബിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല റെസ്റ്റ് വേണം, ഹെൽത്തി ഫുഡ് നല്ല രീതിയിൽ കഴിക്കണം.
ഫുഡ് സ്കിപ്പ് ചെയ്യാണ്ട് മസ്റ്റായിട്ടും കഴിക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, ടെസ്റ്റ് ചെയ്തിട്ട് ഒക്കെ നോർമലാണ്. പിന്നെ മീര ആളെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ആളങ്ങനെ വിഷമിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് ആൾക്കും ബേബിക്കും നല്ലതല്ല. അപ്പോൾ നല്ല കെയർ വേണ്ട ടൈമാണിപ്പോൾ. ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം. എന്നാൽ ശരി. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. എന്നാൽ ശരി ഡോക്ടർ, ഞങ്ങളങ്ങ് പോവാം. ദേശ ഡോക്ടർ പറഞ്ഞു കേട്ടല്ലോ, നിനക്ക് റെസ്റ്റ് വേണം, നല്ല കെയർ വേണം. അപ്പം നീ ജോലിക്കൊന്നും പോണ്ട, വീട്ടിലിരുന്ന് വെച്ചാൽ മതി. ഓ ആയിക്കോട്ടെ പൂച്ചക്കുട്ടി. എന്തുവാ പെണ്ണേ ചുമ്മാ? എക്സ്ക്യൂസ് മീ, ഐ കോൾ യു ലേറ്റർ. അത് ഐഷു അല്ലേ? അവൻ അവളെ കണ്ടിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴാണ് അവളെവിടെ പോയി? ഇപ്പോൾ കണ്ടതാണല്ലോ. ഓ ഷിറ്റ്, മിസ്സായി. അങ്ങനെ ആ സിറ്റി മൊത്തം അവൻ അവളെ തപ്പാൻ തുടങ്ങി. അവസാനം അവൾ എവിടെയാ താമസിക്കുക എന്നുള്ള കാര്യം മനസ്സിലായി. അവൻ അവിടേക്ക് പോകുന്നു. ഐഷ, നീ നോക്കോടി ആരാ വന്നേന്ന്. ഞാൻ ഇവിടെ കുറച്ച് പണിയില്ല. ആടി, ഞാൻ നോക്കിക്കോളാം. ഈ നേരത്തെ ഞാനാണാവൂ? ആരേശ വന്നേ? അകത്തേക്ക് വാട്ടിനിച്ച. മീര, എനിക്ക് ഐഷുവിനോടൊന്ന് സംസാരിക്കണം. എന്തിന്? മീര പ്ലീസ്, എനിക്കൊന്ന് അവളോട് സംസാരിക്കണം. ശരി, ബട്ട് അവളെ വിഷമിപ്പിക്കാൻ പാടില്ല. അത് അവൾക്കും കുഞ്ഞിനും നല്ലതല്ല. അങ്ങനെയാണെങ്കിൽ സംസാരിക്കാം. ഇല്ല, ഞാൻ അവളെ വിഷമിപ്പിക്കില്ല. ആ ഉറപ്പ് ഞാൻ തരാം. എനിക്കൊന്ന് അവളോട് സംസാരിച്ചാൽ മാത്രം മതി. ശരി, അവൾ മോളത്തെ റൂമിലുണ്ട്, പോയി സംസാരിച്ചോ. താങ്ക്സ്. ഐഷു, ഇച്ചാന് സുഖല്ലേ? പിന്നെ നിന്നെയും കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു? ഐഷു, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എന്തിനിച്ചായ? ഐഷു പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ശരി ചായ, ഇച്ചായൻ പറ. ഇച്ചായൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ, ഞാൻ കേൾക്കാം. അവൻ അവളോട് അന്ന് എന്താ സത്യത്തിൽ നടന്നതെന്ന് പറയുന്നു. അനു, നീ എൻ്റെ കൂടെ ഒന്ന് ഒരു കാര്യത്തിൽ നിൽക്കണം. എന്ത് കാര്യത്തിനുണ്ട് എന്നുവെച്ചാ? അതൊക്കെ ഞാൻ പറയാം, നീ നിൽക്കോ ഇല്ലയോ അത് വരാതെ. ഞാൻ നിൽക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഞാൻ പറഞ്ഞേക്കാം, വേണ്ടാത്ത വല്ല കാര്യമാണ് ഞാൻ നിൽക്കാനായിട്ട് എന്നുവെച്ചാ. അതൊന്നല്ലടി, ജസ്റ്റ് ഒരു പ്രാങ്ക്. എന്ത് പ്രാങ്ക്? ഐഷക്കുള്ളതാ? അവൾക്ക് തന്നെ. അവൻ അവൾക്ക് പ്ലാനെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇത് വേണോ ഡെനിച്ച? ലാസ്റ്റ് പണിയാവരുത്. അങ്ങനൊന്നും ആവില്ലടി, നീ ഒന്ന് എന്നോട് നിന്നാ മതി. ഞാൻ നിൽക്കുകയൊക്കെ ചെയ്യാം, ലാസ്റ്റ് പണി കിട്ടിയിട്ട് എൻ്റെ അടുത്ത് നിന്ന് പറയാൻ നിൽക്കരുത്. ഓ ശരി, ഞാൻ നിന്നോടൊന്നും പറയില്ല, പോരെ? ശരി. അങ്ങനെ ഈ പ്ലാനിൻ്റെ ബാക്കിയായിട്ടാണ് ബാക്കിയുള്ള എല്ലാ സംഭവവും നടക്കുന്നത്. അങ്ങനെ ഈ ഒരു പ്ലാൻ കൊണ്ടാണ് ഐഷു ഇറങ്ങിപ്പോയതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. സോറി ചായ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇല്ല ഐഷു, ഞാനും നിന്നോട് സോറി വരണ്ടേ, ഞാൻ കാരണമല്ലേ ഇതെല്ലാം ഉണ്ടായേ. അത് കുഴപ്പമില്ല ചായ, ഇപ്പൊ ഇച്ചായൻ വന്നെല്ലാം പറഞ്ഞില്ലേ. ഐഷു, ഇത് ഇച്ചായൻ്റെ കൊച്ച. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞ് ആണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈം എനിക്കറിയില്ലായിരുന്നു ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആണ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ മീരയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ്. ഐ എം സോറി ഐഷു, നിൻ്റെയും നമ്മുടെ കുഞ്ഞിൻ്റെയും കൂടെ ഉണ്ടാവാന്നതിന്. ആൻഡ് ഐ ലവ് യു ഡി. ലവ് യു ടു ചായ, ഐ മിസ് യു സോ മച്ച്. മീ ടു ഡി. അങ്ങനെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറി അവർ സന്തോഷവുമായി ജീവിക്കാൻ തുടങ്ങി. എന്നാളും എൻ ജീവൻ വാഴുതേ.
அதையாவும் பேச பல ஜென்மம் வேண்டும். 7 ஜென்மம் ஒன்றாக சேர்ந்து உன்னோடு இன்றே நான் வாழ வேண்டும். காலம் முடியலாம், நம் காதல் முடியுமா? நீ பார்க்க பார்க்க காதல் கூடுதே. உன்னாலே என் நாளும் என் ஜீவன் வாழுதே. சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே. உன் கைகள் கோர்க்கும் ஓர் நொடி என் கண்கள் ஓடும் நீர் துளி. വാവേ എണീറ്റ്, കുഞ്ഞുസേ എണീക്കടാ, സ്കൂളിൽ പോണ്ടേ നമുക്ക്? ഇന്ന് പോകണം അമ്മ. എനിക്കിന്ന് സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല അമ്മ. പ്ലീസ് അമ്മ. പോണ്ടെന്നു അതൊന്നും പറ്റില്ല. അച്ഛൻ്റെ അതേ സ്വഭാവം തന്നെ മോൾക്കും കിട്ടിയേക്കണേ. എൻ്റെ കൊച്ചിന് പിന്നെ എൻ്റെ സ്വഭാവമല്ലേ ഇടി കിട്ടൂ. അതേ മര്യാദക്കിരുന്നോ, എന്നെ വിട്ടേ. എന്താടി കിട്ടിയോളെ, രാവിലെ തന്നെ ചൂടിലാണല്ലോ. എന്താണോ ദേഷ്യത്തിന്റെ കാര്യം? നിങ്ങളുടെ പുന്നാര പുത്രി കാരണം അവൾക്ക് നിങ്ങളുടെ ഫേസ് മാത്രമല്ല, നിങ്ങളുടെ എല്ലാ സ്വഭാവവും കിട്ടിയിട്ടുണ്ട്. എന്താടി എൻ്റെ കൊച്ചിന്റെ സ്വഭാവത്തിന് കുഴപ്പം? നിങ്ങൾ അവളെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കുക. അവൾക്ക് ദിവസം കൂടുന്തോറും വാശി കൂടി വരിക. ആണോടി കുറുമ്പി? അച്ചയുടെ കുഞ്ഞമ്മ എടുത്ത് വാശി പിടിക്കാറുണ്ടോ? ഇല്ല അച്ഛേ, അമ്മ ചുമ്മാ പറയുക. കളി നീ നോണ പറയണ അച്ഛേ. എന്തിനാടി എൻ്റെ കൊച്ചിന് വഴക്ക് പറയണേ? നിങ്ങൾ ഇങ്ങനെ അവളെ വഷളാക്കിക്കോ ചായ. ഇത് നിങ്ങൾ തന്നെ അവളെ റെഡിയാക്കിക്കോ. നിങ്ങൾ അച്ഛനും മോൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോ, ഞാൻ പോവാ. ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞ വാട കുഞ്ഞ അച്ഛ കുളിപ്പിച്ചു തരാം. അച്ഛയുടെ കൊച്ചി ഇവിടെ നിന്ന് റെഡിയാവ്. അച്ഛ പോയിട്ട് അമ്മയുടെ കണക്ക് മാറ്റിയിട്ട് വരാം. ശരി അച്ഛേ. ഐശു, എന്താ പിണക്കാണ് എൻ്റെ കൊച്ചിന് അച്ഛനോട്? എനിക്കാരോടും പിണക്കൊന്നുമില്ല. എന്നിട്ടാണ് കുഷ്മി പറഞ്ഞിന്റെ മൂങ്ങനെ വേർതിരിക്കുന്നത്? എനിക്ക് നിങ്ങളോട് കുഞ്ചിക്കൊണ്ടിരിക്കാനൊന്നും സമയമില്ല. ഇച്ചാൻ പോവാൻ നോക്ക്. എന്നാ നിന്റെ പിണക്ക് മാറ്റിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്ന് നിങ്ങളോട് ഇരുന്ന് മാറ്റിക്കൊണ്ടിരുന്നു. എനിക്ക് വേറെ പണിയുണ്ട്. ഓഹോ, ഇവിടെ വാടി. വിട്ടെ, കുഞ്ഞിപ്പോ വരും. അവൾക്ക് ഫുഡ് കൊടുക്കാനുള്ളത്. അവൾക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ പോലും ശരിയാക്കിയിട്ടില്ല ഞാനോട്. ആണോ? ഞാനും സഹായിക്കാം. റെഡിയായി അമ്മയുടെ കൊച്ച്. എന്നാവാ അമ്മ ഫുഡ് തരാം. അമ്മ എന്തൊരു കുഞ്ഞ? അമ്മ എനിക്ക് വിശക്കുന്നു, എനിക്ക് പാല് വേണം അമ്മ. അച്ഛോ, എൻ്റെ കുഞ്ഞിന് പാല് വേണോ? പോയോ അമ്മാര. ഐശു, എനിക്ക് തരോടി. പോയിച്ചായൊന്ന് കൊച്ചു നിൽക്കുന്നു. അച്ഛന് തരൂല, എന്റെയാ. ഓഹോ, ആയിക്കോട്ടെ. ഓയ് ഇജയോ, വിഷമിക്കില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ശരിക്കും? എന്നാ ഓക്കെ. അമ്മ അമ്മ എനിക്ക് പാടിത്തരാമല്ലോ. ആ പാട്ടൊന്ന് പാടിത്തരോ? എന്റെ കുഞ്ഞു ശ്രദ്ധിക്കണോ? വേണം. ശരി, ഇനി വാ. കൊച്ചുറങ്ങിയോ? ഇപ്പൊ ഉറങ്ങിയുള്ളൂ. ഐശു, എന്താ ചെയ്യാ? നീ പാടിയത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ശരിക്കും? ശരിക്കും. ഐശു, കനായി? മൂളും രാഗം മിഴി
മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം മഴയേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ രാവിലെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ എടുക്കുക. ഇതൾ വിരിയും ഈരാവിൻ നിറമോഹം മനമറിയാതെ തിരയുകയോ സോറി ഐഷ. നിൽ